ഹായ് ഗൈസ്, വെൽക്കം ടു ക്രഷ് ടോക്സ്. കഴിഞ്ഞ എപ്പിസോഡിൽ സാന്ത്വനത്തിൽ നിന്ന് ദേവിയെയും വീട്ടുകാരെയും ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. കടയിൽ നിന്ന് കാശ് മോഷ്ടിച്ചത് ധർമ്മനാണെന്ന് പറഞ്ഞിട്ട് ധർമ്മനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് കാരണം ധർമ്മനല്ല, ഉദയഭാനുവാണ് കാശ് മോഷ്ടിച്ചതെന്ന് ആനന്ദ് വീട്ടുകാരോട് പറയുന്നുണ്ട്. അതോടുകൂടെ ആനന്ദ് ഉദയഭാനു കടയിൽ നിന്ന് കാശ് മോഷ്ടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വീട്ടുകാരെല്ലാവരും ഷോക്കായി നിൽക്കുന്നുണ്ട്. പിന്നീട് ബാലൻ തന്നെയും തൻ്റെ വീട്ടുകാരെയും ചതിച്ച ഉദയഭാനുവിൻ്റെ മകളല്ലേ നീ ഇനി ഈ വീട്ടിൽ നിൽക്കണ്ട എന്ന് ദേവിയോട് പറയുന്നുണ്ട്. എൻ്റെ മകൻ ആനന്ദിന് ഇതുപോലൊരു ഭാര്യയെ ഇനി ആവശ്യമില്ലെന്ന് ഗോമതി അവിടെ പറയാണ്. ആനന്ദ് സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന സമയത്ത് മിത്ര ചോദിക്കുന്നുണ്ട്, ദേവിയടത്തി നമ്മളെ ചതിക്കുകയെന്നുണ്ടെങ്കിൽ എങ്ങനെ ദേവിയടത്തിക്ക് ഒരുപാട് സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പറ്റും? IT കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അപ്പോഴാണ് ദേവി അവരെ ചതിക്കുകയെന്ന് അവർക്ക് മനസ്സിലായത്. പിന്നീട് ഉദയഭാനുവിനെ ആനന്ദ് അടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം ഇന്നത്തെ എപ്പിസോഡിൽ ഗോമതി ബാലനോട് കയർത്ത് സംസാരിക്കുകയാണ്. കാരണം ആനന്ദിന് വേണ്ടിയിട്ട് പെണ്ണിനെയും വീട്ടുകാരെയും കണ്ടെത്തിയത് ബാലനായിരുന്നു. എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ചത് നിങ്ങളല്ലേ, എൻ്റെ മോൻ്റെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചില്ലേ എന്നാണ് ബാലനോട് ഗോമതി ചോദിക്കുന്നത്. ഉദയഭാനും വീട്ടുകാരും സാന്ത്വനം വീടിനോട് ചെയ്ത ചതിയിൽ തളർന്നു നിൽക്കുകയാണ് സാന്ത്വനം വീടിപ്പോൾ. അതിലുപരി ആനന്ദിൻ്റെ ജീവിതം നശിച്ചതിലുള്ള ദുഃഖത്തിലാണ് എല്ലാവരും. അടുത്ത എപ്പിസോഡ് അറിയാൻ പ്ലീസ് സബ്സ്ക്രൈബ്.